സജി, നീ എന്ത് നോക്കിക്ക? വേഗം പല്ലേക്ക്. മമ്മി, മമ്മി, ഈ സജി വെറുതെ നിൽക്കുന്ന. നേരം വെളുത്തില്ല, അതിനു മുമ്പേ തുടങ്ങി. എന്താ നിന്നെ ബഹളം? സജി ബ്രഷ് ചെയ്യുന്നില്ല. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. വേഗം ബ്രഷ് ചെയ്യണം, ഇല്ല നിന്റെ സ്കൂൾ ബസ് ഡ്രൈവറോട് ഞാൻ പറഞ്ഞു കൊടുക്കും. പല്ലിലേക്കടാ സജി. ഓ, ഈ ചെറുക്കൻ. നീ പല്ല് തേക്കത്തില്ലെന്ന് നിന്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു കൊടുക്കും. നീ കിടന്നു മുള്ളുന്ന കാര്യം ഞാനും പറഞ്ഞു കൊടുക്കും. നിങ്ങൾ മര്യാദക്ക് പല്ല് വെക്കുന്നുണ്ടോ? ഇല്ല, അടി കിട്ടും. കേക്കണം. ചിറ്റപ്പന്റെ മേത്ത് പോയി പേസ്റ്റ് ആവും. നീ എന്താ വരുന്നവരുത്ത് എഴുതായിരുന്നേ? സ്റ്റേഷനോട്ട് കാർ ഓടുമായിരുന്നില്ലേ? ഇന്നലെ ഹൗസ് സർജൻസി കഴിഞ്ഞു. ഞാൻ ഉണ്ടെങ്കിൽ പോകുന്നു. ചേട്ടനോടെ കാലത്ത് എന്താ കേസുണ്ടെന്ന് പറഞ്ഞ് പുറത്തു പോയി. ചിറ്റപ്പ എനിക്ക് പാവം കൊണ്ടുവന്നിട്ടുണ്ടോ? എനിക്ക് കാറും പ്ലെയിനും പട്ടിക്കുട്ടി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടു കുഞ്ഞുങ്ങളുടെ തള്ളയാണ് ഏമാന്റെ അവള്. ഞാൻ കുടിക്കില്ല, ചൂത് കളിക്കില്ല. ജോലി ചെയ്ത് കിട്ടുന്ന കാശ് മുഴുവൻ ഞാൻ അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും. ഒന്നിനും യാതൊരു കുറവും വരുത്തിയിരുത്തില്ല ഏമാന്റെ. പിന്നെന്തുകൊണ്ട് അവൾ ഇങ്ങനൊരു ബന്ധത്തിൽ ഏർപ്പെട്ടു? എല്ലാം കൊടുത്ത ഞാൻ അവളെ നിയന്ത്രിച്ചില്ല. അവർ രണ്ടുപേരെയും വെട്ടിക്കൊള്ളുകയാണോ അതിനുള്ള പ്രതിവിധി? സ്വന്തം ഭാര്യ മറ്റൊരുത്തിന്റെ കൂടെ കിടക്കുന്ന കണ്ടാൽ അവരെ വെട്ടിക്കൊല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമാന്നെ? എന്റെ സ്ഥാനത്ത് ഏമാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇത് നീനമോ, ഇത് സജി, ഇത് ബൈജുമോൻ. ഈ പ്ലെയിൻ പറക്കോ ചിറ്റപ്പ? യോ, പ്ലെയിൻ മാത്രമല്ല, എല്ലാം ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യും. ബേളം ഉണ്ടാക്കല്ലേ, ബേളം ഉണ്ടാക്കല്ലേ. ഉണ്ടായിരുന്നോ? ഇതെന്ത് കൂത്താ? ഇതെല്ലാം ഇപ്പോഴേ എടുത്തു കൊടുത്തോ? നീ ഒരുത്തനാ ഇവരെയൊക്കെ ലാളിച്ച് വഷളാക്കുന്നത്. ഈ മമ്മി ഒരു മൂരാച്ചിയാണില്ലേ? മൂരാച്ചിയോ എന്ന് പറഞ്ഞാൽ എന്താ? മൂരാച്ചി എന്ന് വെച്ചാ അതിന്റെ അർത്ഥം അവന് തന്നെ അറിഞ്ഞൂടാ. ഏതോ ജാഥാക്കാര് വിളിച്ചോണ്ട് പോകുന്ന കേട്ട് പഠിച്ചതാ. ചിറ്റപ്പ, ഞാൻ യന്ത്ര മനുഷ്യനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് എഴുതിയിരുന്നല്ലോ. ചിറ്റപ്പ മറന്നു പോയില്ലേ? ഞാൻ മറക്കോടി മോളെ. അവർക്ക് വേണ്ടി വാങ്ങിച്ചത് ആർക്കും കൊടുക്കത്തില്ല, ആർക്കും കൊടുക്കത്തില്ല. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ഡാഡി, എനിക്ക് ചിറ്റപ്പം കൊണ്ടുവന്ന യന്ത്ര മനുഷ്യനെ മമ്മി മേടിച്ച് ബൈജുവിന് കൊടുക്കാൻ പോകുന്നു. ഓഹോ, അപ്പൊ ഇതൊരു തർക്കവസ്തുവാണല്ലേ? തർക്കവസ്തു സൂക്ഷിക്കേണ്ടത് പോലീസാണ്. അതുകൊണ്ട് ഇതെന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ചേട്ടാ, ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നെന്ന് നീന എനിക്ക് എഴുതിയിരുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നത്. അങ്ങനെയാണോ കാര്യം? അപ്പൊ ഇതാർക്കൊക്കെ വേണ്ടത്? ബൈജുവിനോടാ? സഹിക്കോ? അപ്പോ തർക്കം തീർന്നല്ലോ. എന്നാൽ ഇത് മോൾക്ക് തന്നെ ഇരിക്കട്ടെ. ഇതെല്ലാം അങ്ങോട്ട് വെച്ചിട്ട് വേഗം ഡ്രസ് ചെയ്യാൻ നോക്ക്. സ്കൂൾ ബസ് വരാൻ സമയമായി.
ആ നീ എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. അവൻ കാപ്പി പോലും കുടിച്ചിട്ടില്ല. ബാലേട്ടൻ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. എന്നാ നീ കാപ്പി എടുക്ക്. ആ നിന്റെ ഹൗസ് ഏജൻസി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അപ്പൊ ഇനി എന്താ പരിപാടി? എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യണമെന്നാ? നോ 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 നോ. നിന്നെ ഏറ്റവും വലിയൊരു ഡോക്ടർ ആക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നീ MD-ക്ക് അഡ്മിഷൻ കിട്ടുമോ നോക്ക്. ഇവിടെ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ചേട്ടാ. ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഫോറിൽ അപ്ലൈ ചെയ്യൂ. പഠിക്കാവുന്ന അത്രയും പഠിക്കുക. അത് കഴിഞ്ഞ് ജോലി നോക്കിയാൽ മതി. ശരി ചേട്ടാ, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാം. വാ കാപ്പി കുടിക്കാം. എന്തു കുമാരൻ അയച്ച് കുറച്ച് നല്ല കരിമീൻ മേടിപ്പിക്കുക. വറുത്ത മീനെന്ന് പറഞ്ഞാൽ ഇവൻ ജീവനാണെന്ന് അറിയാമല്ലോ. ഓ പിന്നെ ചേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അനിയന് മീൻ വറുത്ത് കൊടുക്കുന്നത്. ചിറ്റപ്പ ആരാ സിഗരറ്റ് എടുത്തെന്ന് പറയാമോ? സജി. അയ്യേ ചിറ്റപ്പന് തെറ്റിപ്പോയി. ഞാനാ. ഇതാണ്ട് നിന്റെ ചിറ്റപ്പൻ. എന്താ ഏട്ടത്തി? ഇവൻ നിന്നെ കാണാതെ നിന്നെ ശല്യം ചെയ്യായിരുന്നു. അവന് നേരെ ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കി. ഏയ് ഒന്നുമില്ല. ചിറ്റപ്പ ഞാൻ പോയൊരു സൂചി എടുത്തോണ്ട് വരാം. ഇവനെ കുത്തി വെക്കാം. വേണ്ട ചിറ്റപ്പ, നമുക്കിവന് എനിമ കൊടുക്കാം. എനിമയോ? അതെന്തോ നിനക്കറിയോ? പിന്നെ ഈ അടിയിൽ കൂടെ വെക്കുന്നത്. ചിറ്റപ്പ മോൻ പേടിക്കണ്ട, അതൊക്കെ നമുക്ക് ഇവർക്ക് കൊടുക്കാം. മോനെ ഒന്നും എന്താ എല്ലാവരും കൂടി ഒരു കോൺഫറൻസ്? ഇവന്റെ കാലിന് എന്ത് പറ്റി? ഒന്നുമില്ലെന്താ. അല്ല ബാബുവിന്റെ തോൾ കയറി ഇരിക്കുന്നോണ്ട് ചോദിച്ചതാ. ബാബു വന്ന പിന്നെ അവന്റെ തോളിൽ നിറങ്ങൂല. അപ്പോഴേ ശ്രീമതി, ഞായറാഴ്ച വള്ളംകളിയാ, നമുക്ക് പോകണ്ടേ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉദ്ഘാടനത്തിനാണെങ്കിൽ ഞാനില്ല. ഇപ്രാവശ്യം ഉദ്ഘാടനം ഐജിയുടെ ഭാര്യ. എങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം. ചിറ്റപ്പ നമുക്ക് ബീച്ചിൽ പോകാം. വേണ്ട ചിറ്റപ്പ പാർക്കിൽ പോകാം. ചിറ്റപ്പ നമ്മൾക്ക് ട്രെയിൻ കളിക്കാം. ശരി, ഓക്കെ. നീ പറയാ പിന്നെ അപ്പീലില്ലല്ലോ. അപ്പൊ കാപ്പൂടി കഴിഞ്ഞിട്ട് ഇല്ലില്ല, ഞാൻ വെച്ചില്ല. ഞാൻ സമ്മതിക്കത്തില്ല. ചേട്ടത്തി മൂവ് ചെയ്താണ്. പറ്റില്ല പറ്റില്ല, ഞാൻ സമ്മതിക്കത്തില്ല. ചേട്ടത്തി മൂവ് ചെയ്താണെന്നേ. ബാബു, ഞാൻ ഇല്ല പറ്റില്ല 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 പറ്റില്ല. ഇല്ല ബാബു, ഞാൻ സമ്മതിക്കത്തില്ല. ഇല്ല, കള്ളക്കളി കള്ളക്കളി. ചേട്ടത്തി മൂവ് ചെയ്താണെന്ന്. ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. നീ ചുമ്മാ കളയല്ലോ. ഇല്ല, ചേട്ടത്തി മൂവ് ചെയ്താണ്. എന്താ എന്താ ഇവിടെ ബഹളം? ചേട്ടത്തി ട്രാപ്പ് ചെയ്താണെന്നേ. ഇപ്പൊ സമ്മതിക്കുന്നില്ല. അവരുടെ ചുമ്മാ വരട്ടെ, കള്ളം പറയാം. ഇല്ല ഇല്ല, ആദ്യം കളിക്കാം. ആദ്യം കളിക്കാം. അപ്പോഴേ ശ്രീമതി, മണി 12 കഴിഞ്ഞു, ഉറങ്ങണ്ടേ? എത്രയായാലും ഞാൻ ഇങ്ങനെ തോപ്പിച്ചിട്ട് കിടന്നുള്ള ബാലട്ട. ബാലട്ടൻ വീട്ടിൽ ഉറങ്ങിക്കും. Yes, come in. ഇതാര്? മിസ്റ്റർ വിജയനാ? ബാബു ഇവിടെ ഉണ്ടായിരുന്നോ? ആ. ഹൗസ് അറേഞ്ച് ഒക്കെ കഴിഞ്ഞല്ലേ? യെസ്. വിജയൻ ഇപ്പോൾ ഇവിടുത്തെ എസ് അല്ലേ? അല്ല, എനിക്ക് ട്രാൻസ്ഫർ ആയി ആലപ്പുഴ ജില്ലയിലേക്ക് വിത്ത് പ്രൊമോഷൻ. ഓ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. എനിക്ക് ഇന്ന് തന്നെ ചാർജ് എടുക്കണം. അതിനു മുമ്പ് ചേട്ടനെ കാണാൻ വന്നതല്ലേ? അതെ, അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ കൊണ്ടാ എനിക്ക് ഇത്ര പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടിയത്. ആ ചേട്ടത്തി, വിജയൻ മിസ്റ്റർ വിജയൻ വന്നിരിക്കുന്നത് ചേട്ടനോടൊന്ന് പറ. വരി. ഇനി എന്താ അടുത്ത പ്ലാൻ? ഹയർ സ്റ്റഡീസിന് ഫോറിനിൽ പോകണമെന്നാ ചേട്ടന്റെ നിർബന്ധം. യു മസ്റ്റ്. മിസ്റ്റർ ബാബു, ഒരു വലിയ മനുഷ്യനാണ് നിങ്ങളുടെ ചേട്ടൻ. എ മോസ്റ്റ് ലവിംഗ് ബ്രദർ ഐ ഹാവ് എവർ സീൻ. അതെന്താ അങ്ങനെ പറഞ്ഞു? ഒരു 6 മാസം മുമ്പ് ബാബുവിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഹി വാസ് വീപ്പിംഗ് ലൈക്ക് എ ചൈൽഡ്. പിന്നെ നിങ്ങൾ നേരിട്ട് ഫോണിൽ സംസാരിച്ച ശേഷമാണ് അദ്ദേഹം സമാധാനപ്പെട്ടത്. ചേട്ടൻ വരുന്നുണ്ട്. അല്ല, മിസ്റ്റർ വിജയനോ? സാർ, ഞാനിന്ന് ചാർജ് എടുക്കുകയാണ്. യെസ്, ഐ നോ. സാറിന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. യു ആർ റോങ് മിസ്റ്റർ വിജയൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് പ്രൊമോഷൻ അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തു. ദാറ്റ്സ് ഓൾ.
ഓക്കെ, ഐ വിഷ് യു ഓൾ സക്സസ്. കുട്ടികൾ അവര് സ്കൂളിൽ പോയി. ഇത് ഞാൻ അവർക്ക് വേണ്ടി വാങ്ങിയതാ. എന്താണിത്? കുറച്ച് സ്വീറ്റ്സ് ആണ് സർ. നോ 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 നോ, ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ല, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ക്ഷമിക്കണം സർ, എന്റെ ഒരു സന്തോഷത്തിന്. അത് വേണ്ട. ബാലേട്ടാ, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത്. നോ സർ. എന്തോ? താങ്ക് യു. പാവം വിജയനാകെ വേർത്തുപോയി. എന്തോ? അച്ഛൻ സമ്പാദിച്ച സ്വത്ത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് ആവശ്യത്തിന് ശമ്പളവുമുണ്ട്. പിന്നെന്തിനായി? ഇത് കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന അല്പം സ്വീറ്റ്സ് അല്ലേ ബാലേട്ടാ? ഇതുപോലെ അല്പം സീറ്റിൽ തുടങ്ങുന്ന പ്രവണതയാണ് ബലഹീനരായ പല ഉദ്യോഗസ്ഥന്മാരെയും വലിയ കൈക്കൂലിക്കാരാക്കി തീർത്തിട്ടുള്ളത്.